ബയസ്ഡായ ഒരു വിധിയാണ്. കാരണം ഈ പ്രതി വരുമ്പോൾ ഒരു ജഡ്ജി എഴുന്നേറ്റ് നിൽക്കുക എന്ന് പറയുന്നതിന് അർത്ഥം എന്നാണ്. അത്ര ബഹുമാനത്താണ് ജഡ്ജി എന്നെ വിധി പറയുന്നതും കേസ് നടത്തുന്നതും. നമ്മൾ ആദ്യം പോലും ഫോളോ ചെയ്യുന്ന ആളാണ്. ഇതിനു വേണ്ടി അധ്വാനിച്ച വിമൻ കളക്റ്റീവ്, വക്കീലന്മാര്, അതുപോലെ പി.ടി. തോമസ്, ലാൽ, ഇവരൊക്കെ കുറ്റവാളികളാക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു സമൂഹത്തിന് അവർ കുറ്റവാളികളാക്കിക്കൊണ്ട് യഥാർത്ഥ പ്രതി രക്ഷപ്പെട്ടിരിക്കുന്നത്. ഇത് അങ്ങേയറ്റം ഹീനമായൊരു വിധിയാണ്. ഈ വിധിക്കെതിരെ മുകളിലേക്ക് അപ്പീൽ പോകേണ്ടതുണ്ടെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഒരു പെൺകുട്ടിയുടെ ജീവിതം, 8 വർഷത്തെ അവരുടെ സമ്പുഷ്ടമായ ജീവിതത്തെ തകർത്തുള്ള വിധിയാണ് വന്നിരിക്കുന്നത്. നമസ്കാരം. ഒരു രാജ്യത്തിന്റെ 2 നെടുംതൂണുകളാണ് എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും. ജുഡീഷ്യറിയിലും ജനാധിപത്യ സംവിധാനത്തിലുമുള്ള വിശ്വാസം തന്നെയാണ് ജനങ്ങളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതും നിയമവ്യവസ്ഥ നിലനിൽക്കുന്ന രീതിയിൽ കാര്യങ്ങൾ സദാചാര വിശുദ്ധിയോടുകൂടി അച്ചടക്കത്തോടുകൂടി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നതും അഥവാ പ്രാപ്തരാക്കുന്നതും. ഈ 2 സംവിധാനങ്ങളിലും പാകപ്പിഴകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും ജനാധിപത്യ സംവിധാനത്തിൽ അത് വലിയ തകരാറുകൾ ഉണ്ടാക്കും. പറഞ്ഞു വരുന്നത്, നടിയെ ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ഇന്നലെ പ്രമാദമായ വിധി ഉണ്ടാവുകയുണ്ടായി. 8.5 വർഷങ്ങൾക്ക് ശേഷമാണ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഇന്നലെ വിധി വരുന്നത്. സെഷൻസ് കോടതിയുടെ ഈ വിധി വരുമ്പോൾ കേസിൽ 8ാം പ്രതിയായ പ്രമുഖ നടനായ ദിലീപ് കുറ്റം ചെയ്തു എന്ന് തെളിയിക്കാനാവാത്തതിനാൽ അദ്ദേഹത്തെ വെറുതെ വിട്ടുകൊണ്ടാണ് കോടതിയുടെ ഉത്തരവുണ്ടായത്. ആക്രമിക്കപ്പെട്ട നടി, അതായത് അതിജീവിത എന്ന് നാം വിശേഷിപ്പിക്കപ്പെടുന്ന ഇരയ്ക്കൊപ്പമാണ് കേരള സമൂഹം എന്ന് വിശേഷിപ്പിക്കപ്പെടുമ്പോൾ ഈ വിഷയത്തിൽ സമ്പൂർണമായ നീതി ഇരയ്ക്ക് കിട്ടിയില്ല എന്ന് തന്നെയാണ് ഈ വിധിയിലൂടെ മനസ്സിലാക്കാൻ കഴിയുക. എന്നാൽ കോടതി വിധി സാധാരണ പൗരന്റെ പരിമിതമായ നിയമബോധങ്ങൾക്കപ്പുറം തന്നെയാണ്. കോടതിയിൽ ഒരു കേസ് വിചാരണ ചെയ്യപ്പെടുമ്പോൾ അവിടെ എത്തുന്ന സാക്ഷിമൊഴികളുടെയും മറ്റ് തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ മാത്രമേ കോടതിക്ക് വിധി കൽപ്പിക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. ആ വിധികൾ പലപ്പോഴും സാധാരണക്കാരനായ പൗരന്റെ നിയമബോധത്തിന്, പരിമിതമായ നിയമബോധത്തിന് നിരക്കുന്നതായിരിക്കണം എന്നില്ല. ഇത് തന്നെയാണ് ഇന്നലെ ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്നും ഉണ്ടായ വിധിയിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. കോടതി ഇത്തരം ഒരു വിധിയിലേക്ക് കടന്നിരിക്കുക. അതെന്ത് തന്നെയായാലും കോടതി വിധിയെ മാനിച്ചുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ ഇന്നലെ പലരും വെളിപ്പെടുത്തുകയുണ്ടായി. ന്യൂസ് 18 എന്ന് പറഞ്ഞ പ്രമുഖ മലയാള ചാനലിൽ ഒരു മാന്യദേഹം ഈ വിധിയെക്കുറിച്ച് പൊട്ടിത്തെറിച്ചുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത് കണ്ടത്. ഈ വിധി കേരള ജനതയുടെ തലയിലേറ്റ വലിയ ഒരു അശനിപാതം തന്നെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നത്. ഇതൊരു കാരണവശാലും കോടതി അലക്ഷ്യമായി ബഹുമാനപ്പെട്ട പ്രേക്ഷകർ കണക്കിലെടുക്കരുത്. ഒരു മാധ്യമത്തിൽ വന്ന വാർത്ത അതേ രീതിയിൽ തന്നെ ഞങ്ങൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ അത്തരം വാർത്ത വീണ്ടും ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കോടതി വിധിയെ ഞങ്ങൾ മാനിക്കുന്നു എന്ന് വീണ്ടും എടുത്തു പറയട്ടെ. എന്നാൽ ഇന്നലെ കോടതി വിധി വന്നതിന് ശേഷം ഒരു പ്രമുഖ വ്യക്തി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ആത്മനൊമ്പരങ്ങൾ വിവരിക്കുന്ന കാഴ്ചയാണ് ഇതിലൂടെ പങ്കുവെക്കുന്നത്. ഈ കേസിൽ ഇരയ്ക്ക് നീതി കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. സാമ്പത്തികമായും രാഷ്ട്രീയമായും ഔന്നത്യ ബന്ധങ്ങളുള്ള ആളുകൾ ഒരുപക്ഷെ ജുഡീഷ്യറിയെ പോലും സ്വാധീനിക്കുന്നുണ്ടോ എന്നുള്ള സംശയം തന്നെയാണ് അദ്ദേഹം പങ്കുവച്ചത്. ഒരു മാധ്യമം എന്ന രീതിയിൽ ഞങ്ങൾക്ക് അത്തരം അഭിപ്രായമില്ല. എന്നാൽ ഈ അടുത്ത കാലത്ത് ഒരു ജഡ്ജിയുടെ വീട്ടിൽ നിന്നും തീപിടുത്തമുണ്ടായ സന്ദർഭത്തിൽ അടച്ചിട്ട മുറിക്കിൽ നിന്നും കോടിക്കണക്കിന് രൂപ കണ്ടെത്തിയത് ഒരു കാരണവശാലും വിസ്മരിക്കത്തക്കതല്ല. മാത്രമല്ല, പല ജഡ്ജിമാരും അവരുടെ റിട്ടയർമെന്റിന് ശേഷവും പല കമ്മീഷനിൽ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് പല കമ്മീഷനുകളിലും ഉന്നത സ്ഥാനം അലങ്കരിക്കുന്ന കാഴ്ചയും നാം കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് പലപ്പോഴും ഇത്തരം ഭരണഘടനാ സ്ഥാപനങ്ങളുടെ അനുവർത്തികളായി അല്ലെങ്കിൽ അവരുടെ ചട്ടുകങ്ങളായി പലപ്പോഴും ചില ജഡ്ജിമാരെങ്കിലും പ്രവർത്തിക്കുന്നത് പോലുള്ള സന്ദർഭങ്ങൾ, സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അനുസ്മരിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. എന്നാൽ ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും നാടിന്റെ നട്ടെല്ല് തന്നെയാണ്. ഇതിലുള്ള വിശ്വാസം തന്നെയാണ് സാധാരണക്കാരന്റെ ജനജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. അഥവാ ജുഡീഷ്യറിയെയും എക്സിക്യൂട്ടീവെയും പരസ്പരം ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ഞങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ജനാധിപത്യ വ്യവസ്ഥയിൽ ജുഡീഷ്യറി ഉണ്ട്, എക്സിക്യൂട്ടീവ് ഉണ്ട് എന്നുള്ള വിശ്വാസം തന്നെയാണ് ഓരോ പൗരനെയും മുന്നോട്ട് നയിക്കുന്നത്. എന്നാൽ പലപ്പോഴും ജുഡീഷ്യറിയിൽ നിന്നും ഇത്തരത്തിലുള്ള വിധികൾ ഉണ്ടാകുമ്പോൾ ജുഡീഷ്യറിയുടെ മുൻപിലെത്തുന്ന കേസ്, അതായത് കോടതിയുടെ മുൻപിലെത്തുന്ന കേസിലെ വിസ്താരത്തിൽ ഉരുത്തിരിയുന്ന സാക്ഷിമൊഴികളുടെയും മറ്റ് അടിസ്ഥാന തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ തന്നെയാണ് വിധി പ്രഖ്യാപനം ഉണ്ടാകുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നു. എങ്കിലും പീഡിപ്പിക്കപ്പെട്ട ഒരു പെൺകുട്ടി പച്ചയ്ക്ക് പറഞ്ഞാൽ തെരുവിൽ പട്ടാപ്പകൽ പീഡിപ്പിക്കപ്പെട്ടിട്ടും അവൾക്കെതിരെയുള്ള ഗൂഢാലോചന തെളിയിക്കാൻ സാധിക്കുന്നില്ല. അഥവാ ഗൂഢാലോചന തെളിയിക്കുന്നതിനാവശ്യമായ സംഭവങ്ങൾ കോടതിയുടെ മുന്നിൽ എത്തിയില്ല എന്നൊക്കെ പറയപ്പെടുമ്പോൾ തീർച്ചയായും ഇതിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ.
ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രമുഖ നടൻ ദിലീപിന്റെ പേരിലുള്ള ഗൂഢാലോചന തെളിയിക്കാൻ പറ്റിയില്ല. കേസിൽ 8ാം പ്രതിയായ ദിലീപിനെ വെറുതെ വിടുകയും 1 മുതൽ 6 വരെയുള്ള പ്രതികളെ കുറ്റക്കാര് എന്ന് കണ്ട് ശിക്ഷ വിധിക്കുകയും ചെയ്തിരിക്കുന്നു. ശിക്ഷ എന്താണെന്നുള്ളത് വിധിച്ചിട്ടില്ല. അത് പിന്നീടായിരിക്കും പുറത്തു വരിക. ശിക്ഷാവിധി മുഴുവനായി മാധ്യമങ്ങൾക്കോ അല്ലെങ്കിൽ പുറത്തോ കിട്ടിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തു തന്നെയായാലും ഈ കേസിൽ കൃത്യമായ ഒരു നീതി നിർവഹണം നടന്നതായി വിശ്വസിക്കുന്നില്ല എന്ന് തന്നെയാണ് സാമൂഹ്യ രാഷ്ട്രീയ കലാമേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ പ്രതികരിക്കുന്നത്. ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ഏതെങ്കിലും കേസുകൾ രാഷ്ട്രീയപരമായി സ്വാധീനിക്കപ്പെട്ടിട്ടുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് പലരും ഉയർത്തി കാണിക്കുന്നത്. ജുഡീഷ്യറിയിലുള്ള വിശ്വാസം നിലനിർത്തിക്കൊണ്ട് തന്നെ, അതിനെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ, ഇപ്പോൾ പുറത്തു വന്ന വിധിയെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ പറയുന്നു, ഇരയ്ക്ക് ഇക്കാര്യത്തിൽ സമ്പൂർണമായ നീതി കിട്ടിയിട്ടില്ല. എന്നാൽ ഒരു കീഴ്ക്കോടതിയുടെ വിധിയിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ട് ഇക്കാര്യത്തിൽ തൃപ്തരായി ജനങ്ങൾ സമ്പൂർണ്ണ വിധി നടപ്പാക്കിയിരിക്കുന്നു എന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ തയ്യാറല്ല. അതിജീവിത തന്നെ ഇക്കാര്യത്തിൽ കൃത്യമായ അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. മേൽക്കോടതിയിൽ നിയമം തേടി പോകും, അല്ലെങ്കിൽ അവസാന നിമിഷം വരെ നീതി കിട്ടുന്നത് വരെ പോരാടും എന്ന് പറയുമ്പോൾ വേണ്ടി വന്നാൽ സുപ്രീം കോടതി വരെ പോകും എന്ന് തന്നെയാണ് പറയാൻ കഴിയുക. ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ കേസിൽ വെറുതെ വിടപ്പെട്ട ദിലീപ് തന്നെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ തന്റെ മുൻ ഭാര്യയായ മഞ്ജു വാര്യർക്കെതിരെ ആദ്യ വെടി പൊട്ടിച്ചുകൊണ്ട് തന്നെയാണ് പ്രതികരണം നടത്തിയത്. 9 വർഷക്കാലം എനിക്കെതിരെ മാധ്യമങ്ങൾ സംസാരിച്ചില്ല, ഇനി ഞാൻ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തനിക്കെതിരെ കൃത്യമായ ഒരു ഗൂഢാലോചന നടന്നിരിക്കുന്നു. തന്റെ കുടുംബജീവിതത്തെയും തന്റെ കരിയറിനെയും തന്റെ പ്രതിച്ഛായയെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയും ചില ആളുകളും ചേർന്ന് നടത്തിയ ഗൂഢാലോചന തന്നെയാണ് താൻ ഈ കേസിൽ പ്രതിയായത് എന്നാണ് ദിലീപ് നടത്തിയ ആദ്യ പ്രതികരണം. കോടതി വിധി വന്ന ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് ദിലീപ് അത്തരത്തിൽ പ്രതികരിച്ചത്. മാത്രമല്ല, കോടതി വിധി വന്നതിന് ശേഷം തന്റെ വക്കീലായ രാമൻപിള്ളയുടെ കാല് തൊട്ടു തൊഴുകുന്ന ദിലീപിനെയാണ് നാം കണ്ടത്. എന്തിനാണ് കേസിൽ നിന്നും ഒഴിവാക്കപ്പെട്ട, അതായത് പ്രതിയല്ല എന്ന രീതിയിൽ അല്ലെങ്കിൽ പ്രതിയാണ് എന്നുള്ളതിന് തെളിയിക്കുന്നതിനുള്ള കുറ്റം തെളിയിക്കാൻ സാധിച്ചില്ല എന്ന് കോടതി കണ്ടെത്തി വെറുതെ വിടപ്പെട്ട ഒരു പ്രതി എന്തിനാണ് വക്കീലിന്റെ കാല് തൊട്ട് തൊഴുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. നന്ദി പ്രകടനമോ സന്തോഷമോ ആകാം എന്നുള്ളതാണ് ഇതിൽ നിന്നും പലരും വ്യക്തമാക്കുന്നത്. എന്നാൽ ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുത, ഇന്നലെ ന്യൂസ് 18 ചാനലിൽ പ്രതികരിച്ച ഒരു വ്യക്തി പറഞ്ഞത്, ഒരു കേസിൽ പ്രതിയാക്കപ്പെട്ട ഒരാൾ കോടതിയിലേക്ക് കടന്നു വരുമ്പോൾ എന്തിനാണ് ജഡ്ജി എഴുന്നേറ്റ് നിന്നത് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ജഡ്ജി എഴുന്നേറ്റ് നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അദ്ദേഹം തന്നെയാണ് ഇത് ന്യൂസ് 18 എന്ന ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്. ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നു, പട്ടാപ്പകൽ തെരുവിൽ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നു, ആ അതിജീവിത പ്രതിയാണ് എന്ന് ചൂണ്ടിക്കാണിച്ച് ഇതിൽ ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിയാക്കി കേസെടുക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രതി കോടതിയിലേക്ക് വിചാരണയ്ക്ക് വേണ്ടി കടന്നു വരുമ്പോൾ അവിടെ ജഡ്ജി ആയിരിക്കുന്ന ആൾ എന്തിനാണ് ആ പ്രതിയെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നത് എന്നാണ് ന്യൂസ് 18 ചാനലിൽ അഭിമുഖം നൽകിയ ഒരു പ്രമുഖ വ്യക്തി പറഞ്ഞത്. ഈ സംഭവം വാസ്തവമാണ് എന്നുണ്ടെങ്കിൽ ഇതിൽ ഏറെ ദുരൂഹതയുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്താണ് കോടതിയിൽ സംഭവിച്ചത് എന്നുള്ളത് നമ്മൾ നേരിട്ട് ദൃക്സാക്ഷികളല്ല. എന്നാൽ ഇദ്ദേഹം ന്യൂസ് 18 എന്ന പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇത്തരം കാര്യങ്ങൾ എടുത്തു പറഞ്ഞത്. ഇത്തരം കാര്യങ്ങളെല്ലാം പരിശോധിപ്പിക്കുമ്പോൾ എവിടെയെല്ലാം ദുരൂഹതകൾ ചീഞ്ഞു നാറുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പട്ടാപ്പകൽ വാഹനത്തിൽ ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടിട്ടും അതിനെതിരെ ഗൂഢാലോചനയുണ്ട് എന്ന് കൃത്യമായി പറഞ്ഞിട്ടും ഗൂഢാലോചന എന്താണെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിക്കാതെ വന്നിരിക്കുന്നതിന്റെ സാഹചര്യത്തിൽ മാത്രമാണ് കേസിൽ 8ാം പ്രതിയായ ദിലീപ് വെറുതെ വിടപ്പെട്ടത്. എന്നാൽ മേൽക്കോടതിയിൽ തീർച്ചയായും ഇതിന് അപ്പീൽ പോകും എന്ന് അതിജീവിതയ്ക്കൊപ്പമുള്ള ആളുകളും പറയുമ്പോൾ, സംസ്ഥാന സർക്കാരും ഇത് തന്നെ പറയുമ്പോൾ, നിയമമന്ത്രിയായ പി രാജീവും മുഖ്യമന്ത്രിയും ഇന്നലെ ഇത് തന്നെയാണ് പറഞ്ഞത്. മേൽക്കോടതിയിൽ ഈ വിഷയവുമായി അപ്പീലിന് പോകും എന്ന് തന്നെയാണ് പറഞ്ഞത്. എന്തായാലും ഈ വിഷയത്തിൽ ദിലീപിന് താൽക്കാലിക ആശ്വാസം മാത്രമേ ആകുന്നുള്ളൂ. മേൽക്കോടതിയിൽ ഈ കേസുമായി മുന്നോട്ട് പോകും. തീർച്ചയായും നീതി കിട്ടുന്നതുവരെ അതിജീവിതയ്ക്കൊപ്പം പോരാടും എന്ന് സംസ്ഥാന സർക്കാർ, നിയമവകുപ്പ് മന്ത്രി പി രാജീവും എല്ലാം പറയുമ്പോൾ, അതിജീവിതയുടെ കുടുംബവും അതിജീവിതയും ഇത് തന്നെ പറയുന്നു. തങ്ങൾക്ക് നീതി കിട്ടുന്നത് വരെ സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നാലും പോരാട്ടം തുടരും. ഇനിയും ഒരു പെൺകുട്ടിക്ക് ഇത്തരത്തിൽ ഒരു കാരണവശാലും ഒരു ദുരനുഭവം ഉണ്ടാകാൻ പാടില്ല. കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ എവിടെയും ലോകത്തെവിടെയും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ല എന്ന് തന്നെ പറയുന്നു. കാശിനോ മറ്റു സ്വാധീനത്തിനോ ഒരു തരത്തിലും ജുഡീഷ്യറി വഴങ്ങാൻ പാടില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് തന്നെ നമ്മളും പ്രത്യാശിക്കുന്നു. എന്താണ് ഈ വിഷയത്തിൽ നടന്നത് എന്നുള്ളത് കൃത്യമായി ഇന്നലെ ന്യൂസ് 18 ചാനലിൽ പറഞ്ഞ ആളുടെ അഭിമുഖം നമുക്കൊന്ന് കേൾക്കാം. കാരണം ഈ പ്രതി വരുമ്പോൾ ഒരു ജഡ്ജി എഴുന്നേറ്റ് നിൽക്കുക എന്ന് പറയുന്നതിന് അർത്ഥം എന്നാണ്. അത്ര ബഹുമാനത്താണ് ജഡ്ജി എന്നെ വിധി പറയുന്നതും കേസ് നടത്തുന്നതും. നമ്മൾ ആദ്യം മുതൽ ഫോളോ ചെയ്യുന്ന ആളാണ്. ഇതിനു വേണ്ടി അധ്വാനിച്ച വിമൻ കളക്റ്റീവ്, വക്കീലന്മാര്, അതുപോലെ പി ടി തോമസ്, ലാൽ, ഇവരൊക്കെ കുറ്റവാളികളാക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു സമൂഹത്തിന് അവർ കുറ്റവാളികളാക്കിക്കൊണ്ട് യഥാർത്ഥ പ്രതി രക്ഷപ്പെട്ടിരിക്കുന്നത്. ഇത് അങ്ങേയറ്റം ഹീനമായ ഒരു വിധിയാണ്. ഈ വിധിക്കെതിരെ മുകളിലേക്ക് അപ്പീൽ പോകേണ്ടതുണ്ടെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഒരു പെൺകുട്ടിയുടെ ജീവിതം, 8 വർഷത്തെ അവരുടെ സമ്പുഷ്ടമായ ജീവിതത്തെ തകർത്തുള്ള വിധിയാണ് വന്നിരിക്കുന്നത്.